ഉണ്ണികൃഷ്ണൻ്റെ മകൻ ഓമി എന്ന നിയും അശ്വിൻ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാണ്. അവനിപ്പോൾ ഒരുപാട് വല്യമ്മമാരും കുഞ്ഞമ്മമാരുമുണ്ട്. എന്നാൽ അഹാനെ ഇപ്പോൾ ഓമിയെപ്പറ്റി പറയുന്ന വാക്കുകളാണിത്. അവന് ഞാൻ വല്യമ്മയാണ്, സമ്മതിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനെക്കൊണ്ട് വല്യമ്മ എന്നൊന്നും വിളിപ്പിക്കില്ല. ഇഷാനിയെപ്പോലെ തന്നെ കുഞ്ഞമ്മ എന്നൊന്നും ഞാനും വിളിപ്പിക്കില്ല എന്ന് ഞാൻ പറയാം. രേഖാമ്മയോട് നൽകിയ അഭിമുഖത്തിലാണിത് പറയുന്നത്. വീട്ടിലെ രാജാവാണ് ഇപ്പോൾ അവൻ. അവനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാവരും നിൽക്കുന്നത്. അവനാണിപ്പോൾ എല്ലാവരുടെയും ലോകം. അവനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ എല്ലാവരും നമ്മൾ അവന് ചുറ്റും തന്നെയാണ് നിൽക്കാറുള്ളതും. എല്ലാവരും അവരുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിൽ കടന്നു പോകുന്നത് ആ കുഞ്ഞിലൂടെയാണ്. അവനെ വല്യമ്മ എന്നൊന്നും വിളിക്കാൻ പ്രായമായിട്ടില്ല. എൻ്റെ പ്ലാൻ അവനെ കൊണ്ട് അമ്മു എന്ന് വിളിപ്പിക്കണമെന്നാണ്. കാരണം എൻ്റെ കസിൻ്റെ മകൻ വന്നപ്പോൾ അവൻ എന്നെ അമ്മു എന്നാണ് വിളിച്ചിരുന്നത്. ആൻറ്റി എന്നൊക്കെ ഓമിക്ക് വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടെ, പക്ഷെ വല്യമ്മ എന്നത് വേണ്ട. കാരണം ഒരു സുഖമില്ല അത് കേൾക്കാൻ. പിന്നെ അവൻ്റെ ഇഷ്ടമാണ്, അവൻ എന്ത് വിളിക്കും എന്നുള്ളത് അവനെ സംബന്ധിച്ചിരിക്കും. പക്ഷെ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ആൻറ്റി എന്നോ അമ്മു എന്നാണ്. അമ്മു എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവൻ വിളിച്ചോട്ടെ. എല്ലാവരും എന്നെ അങ്ങനെ വിളിച്ച് എനിക്കത് ശീലമായി. എല്ലാവർക്കും ഉള്ളൊരു പേരാണത്. അതുകൊണ്ട് തന്നെ പണ്ട് അത് വളരെയധികം കാഷ്വലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓരോ തവണയും അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അത് ഓരോ തവണ സംസാരിക്കുന്ന പോലെയല്ല. ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോ തവണയും വാചാലയാകാറാണ് പതിവ്. ഞങ്ങളുടെ കുടുംബത്തിലെ മെയിൻ ക്യാരക്ടറാണ് അവൻ. ഉച്ചയ്ക്ക് ഓസി ഫുഡ് കഴിക്കാൻ വരുന്നതിന് ഞങ്ങൾ കാത്തിരിക്കും. അവരുടെ കാറ് വന്നൊന്ന് കണ്ടാൽ എല്ലാവരും കൂടി ഗേറ്റിലേക്ക് ഓടും അവനെ എടുക്കാൻ വേണ്ടി. ഞങ്ങൾ എല്ലാവരും തമ്മിലടിക്കാണ്. ആദ്യം കുടുംബത്തിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് ഓമയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. കുറേയധികം കാലം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. എല്ലാവർക്കും എൻ്റെ കൂടെ എടുക്കാനുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു ധൃതിയായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. അത് ഞാൻ സമ്മതിച്ചു. അത് ഞാനും അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഓമിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് അവനെ മാക്സിമം സ്നേഹിക്കും. ഞങ്ങളെല്ലാവരുടെ ഉള്ളിലും ഇത്തരത്തിലൊരു സ്നേഹം ഉണ്ടായിരുന്നുവെന്ന് എനിക്കിപ്പോഴാണ് അറിയുന്നത്. നിമിഷിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അർജുനെയുമൊക്കെ അവന് വളരെയധികം ഇഷ്ടമാണ്. അർജുനെ വളരെയധികം കാര്യമാണ്. അർജുൻ എടുത്തു കഴിഞ്ഞാൽ തറയിൽ നിൽക്കില്ല. അർജുനെ കാണുമ്പോഴേ വളരെയധികം ഉത്സാഹത്തോടെ നിൽക്കും. പ്രേക്ഷകരെല്ലാവരും കാണുന്ന പോലെ തന്നെ നിൽക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നു. ഓമി മെയിൻ ക്യാരക്ടറായതുപോലെ ഞാനും എന്ന അനിയത്തിമാരോട് പറയും. പക്ഷെ അവർക്കത് ഇഷ്ടപ്പെടാറില്ല. വേറെ ആർക്കും കുഞ്ഞുങ്ങളില്ലല്ലോ, എല്ലാവരും ഫ്രീയുമാണ്, അഹാന പറയുന്നു. ദിയ ഓമിക്ക് ജന്മം നൽകിയ നിമിഷം മുതൽ അഹാന ഒപ്പമുണ്ട്. ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ ടേക്ക് കെയർ ചെയ്തതും അഹാനയാണ്. അമ്മ ഉണ്ടെങ്കിൽ തനിക്ക് പോലും ഓമിയെ വിരളമായി മാത്രമേ എടുക്കാൻ കിട്ടുകയുള്ളൂ എന്നും ദിയ മുൻപൊരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞത് എല്ലാവരും ഓർത്തെടുത്ത് പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അഹാന പറയുന്നത് വളരെയധികം ശരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അഹാനയുടെ പ്രതികരണം വളരെയധികം സത്യസന്ധമായും എല്ലാവർക്കും തോന്നുന്നുണ്ട്. വല്യമ്മ എന്നൊക്കെ വിളിപ്പിക്കാൻ വളരെയധികം പ്രയാസമാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.